യെസ്, അപകട സ്ഥലത്തേക്ക് പോകാം. നിതിൻ സേവിയർ അവിടെ നിന്ന് തത്സമയം ചേരുകയാണ്. നിതിൻ, അപകട ശേഷം നടന്ന നടപടികൾക്കൊക്കെ അവിടെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അതിനുശേഷം വലിയ പ്രതിഷേധം കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. അവർ പറയുന്നത് ഈ ഒരു അപകടത്തെ മുൻനിർത്തി മാത്രമല്ല, മുൻപുണ്ടായ നിരവധി അപകടങ്ങളിൽ ഈ കരാർ കമ്പനിക്കെതിരെ ഒരു നടപടിയും, ഒരു FIR പോലും ഇടാൻ തയ്യാറായിട്ടില്ല അധികൃതർ എന്നുള്ള കാര്യമടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാട്ടുകാർ സ്ഥലത്ത് ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ടോ? എന്താണ് അതിന്റെ തുടർ വിവരങ്ങൾ? തീർച്ചയായും, അതായത് ഈ നാട്ടുകാരിപ്പോൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും അവരൊരു പ്രതിഷേധ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനുള്ളൊരു സൂചന അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ളൊരു ശ്രമമാണെന്ന് തോന്നുന്നു. ഇവിടെ നാട്ടുകാരെല്ലാവരും തന്നെ ഇവിടെ നേരത്തെ തന്നെ ഒരു ആക്ഷൻ കൗൺസിലുണ്ട് ഇവിടെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ. അപ്പോൾ അവരിവിടെ ഇപ്പോൾ ഈ ആളുകളെയൊക്കെ തന്നെ വിളിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വളരെ കുറേ നാളുകളായി ഈ പണി ആരംഭിച്ച മുതൽ ഈ തുറവൂർ അരൂർ ഉയരപ്പാതയുടെ പണി ആരംഭിച്ച സമയം മുതൽ തന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ വിവിധ ഘട്ടങ്ങളിലായി വിവിധ സാഹചര്യങ്ങളിൽ 40-ലധികം മരണങ്ങൾ നടന്നിട്ടുണ്ട്. 45 മരണങ്ങൾ നടന്നു എന്നാണ്. ഇപ്പോൾ പോലീസുകാരോടാണ് അവർ സംസാരിക്കുന്നത്. അതൊരു പോലീസുകാരോട് എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് ഏതായാലും ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ഇത്രയും കാലങ്ങളായിട്ടും പോലീസ് ഒരു തരത്തിലും ഒരു കേസ് പോലും എടുത്തിട്ടില്ല, ഒരു FIR പോലും ഇട്ടിട്ടില്ല എന്നതാണ് അവരുടെ പരാതി. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധ സാഹചര്യത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് അവരുടെ സാഹചര്യം. വാഹനങ്ങൾ തടയാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാഗികമായി ആരംഭിച്ച വാഹന ഗതാഗതം തടയാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിലവിൽ ആരംഭിച്ചിട്ടുള്ള വാഹന ഗതാഗതം തടയാൻ തന്നെയാണ് ശ്രമമെന്നാണ് തോന്നുന്നത്. ചേട്ടാ, വാഹന ഗതാഗതം തടയാൻ പോവാണ്. ഞങ്ങൾ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. ഇനി ഞങ്ങൾ ഒരുപാട് രക്തസാക്ഷികളായി. ഏതായാലും അങ്ങനെ തന്നെയാണ് ഗതാഗതം തടയാൻ പോവുകയാണ്. അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഗതാഗതം പൂർണ്ണമായി തടയുന്നു. ഇതുവഴി എറണാകുളത്തു നിന്നുമുള്ള വാഹനങ്ങൾ, ഇതുവഴി നേരത്തെ ആലപ്പുഴയിൽ നിന്നും വാഹനങ്ങൾ, 2 വഴിയിൽ നിന്നുള്ള വാഹനങ്ങൾ ഭാഗികമായി ഇതുവഴി തുറന്നു വിട്ടിരുന്നു. പക്ഷേ ഏതായാലും ഈ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തി തന്നെ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ്, പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസുകാരടക്കം ഇത് തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ, പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ബീമുകൾ തകർന്നു വീണ സമയത്ത്, കോൺക്രീറ്റുകൾ ഇതുവഴി പോയ വാഹനങ്ങളുടെയും ആളുകളുടെയും ശരീരത്തിലേക്കും വാഹനങ്ങളിലേക്കും വീണ സമയത്തുമൊക്കെ നിരവധി പ്രതിഷേധങ്ങൾ അവരവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള കേസുകൾ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ ഒരു പ്രതിഷേധം. ഏതായാലും ഇപ്പോൾ അവർ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്താൻ, വാഹന ഗതാഗതം തടഞ്ഞ് ഗതാഗത തടസ്സമുണ്ടാക്കി അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷേധിക്കാനാണ്, വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസുകാർ അവരെ അനുനയിപ്പിക്കാൻ, ഇതിൻ്റെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ആളുകളെ അടക്കം അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസുകാർ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നു. കരാർ കമ്പനി പ്രധാനമായും ഈ ആളുകൾ, ഇവിടെയുള്ള നാട്ടുകാർ, പ്രദേശവാസികൾ ആരോപിക്കുന്നത് ഈ കമ്പനിക്കെതിരെ, അശോക എന്നൊരു കമ്പനിയാണ് ഈ പണി നടത്തുന്നത്. ഈ കമ്പനിക്കെതിരെ ഒരു തരത്തിലുമുള്ള നടപടികൾ, കാലങ്ങളായി ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല. ഒരു FIR പോലും ഇതുവരെ ഇട്ടിട്ടില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനമായ ആരോപണം. അതുകൊണ്ട് തന്നെയാണ് ഈ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അതായത് നേരത്തെ പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീമുകൾ തകർന്നു വീണിട്ടുണ്ട്, തൊഴിലാളികൾ മരണപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിർമ്മാണത്തിലിരിക്കുന്ന തൂണിലേക്കും മറ്റും വാഹനം ഇടിച്ചു കയറിയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെയും ഒരു തരത്തിലുള്ള ഒരു നടപടിക്കുന്നു. അപ്പോൾ പോലീസ് മറ്റൊരു വഴിയിൽ കൂടി വാഹനം കടത്തിവിടാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഒരു വഴിയിൽ അവർ പ്രതിഷേധിക്കുമ്പോൾ മറ്റൊരു വഴിയിലെ ബാരിക്കേഡ് മാറ്റി അതുവഴി വാഹനം കടത്തിവിടാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഇവിടെ കൂടുതൽ നാട്ടുകാരടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഒരുപക്ഷെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് മറ്റും പോകാനുള്ളൊരു സാധ്യതയും ഒക്കെ ഉണ്ട്. അത് ഏതായാലും അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഇവരുടെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവർ ഏത് തരത്തിലാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന കാര്യമടക്കം അവർ പരിശോധിക്കുന്നുമുണ്ട്. ഏതായാലും ഈ മൃതദേഹം ഇവിടെ നിന്നും കുറച്ച് മുൻപാണ് മാറ്റിയത്. മൃതദേഹം മാറ്റുന്നതടക്കം വലിയ രാഷ്ട്ര, പ്രത്യേകിച്ച് ഈ ക്രെയിൻ ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയുടെ തൊഴിലാളികളൊക്കെ ഇവിടെ നിന്നും ഓടിപ്പോയതിൽ വലിയ ഒരു പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ പ്രതിഷേധവും മറ്റുമൊക്കെ മുന്നോട്ട് പോവുകയാണ്.